സോക്കർ സൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാൻസി ഫ്ലിക്ക് ബയൺ മ്യൂണിക്കിന്റെ ഏറ്റവും മികച്ച കോച്ചിൽ ഒരാൾ. പെപ് ഗാർഡിയോളയ്ക്ക് ശേഷം 6 സ്റ്റെപ്പിൽ അടിക്കുന്ന ആദ്യത്തെ കോച്ച്. 36 മത്സരങ്ങളിൽ നിന്നും 116 ഗോളുകൾ, 19 ക്ലീൻ ഷീറ്റ്, ഏവറേജ് ഒരു കളിയിൽ നിന്നും 3 ഗോളുകൾ, വിൻ റേഷ്യോ 83%. ബയൺ മ്യൂണിക്ക് 2019-20 സീസണിൽ ഏറ്റവും മികച്ച ടീമായിരുന്നു യൂറോപ്പിൽ. ബാക്കി എല്ലാ ടീമുകളെ വെച്ച് നോക്കുമ്പോൾ അവർ ഫാസ്റ്ററും സ്ട്രോങ്ങറും മെന്റലി ടോപ്പ് ക്ലാസ് ടീമായിരുന്നു. എങ്ങനെയാണ് ഈ ടീമിനെ ഹാൻസി ഫ്ലിക്ക് മാറ്റിയെടുത്തത്? അതിനു മുന്നേ ആരാണ് ഹാൻസി ഫ്ലിക്ക്, എന്താണ് അദ്ദേഹത്തിന്റെ ഫുട്ബോളിംഗ് ബാക്ക്ഗ്രൗണ്ട്? 1985 മുതൽ 1990 വരെ അദ്ദേഹം ബയൺ മ്യൂണിക്കിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു. ലോകത്തിലെ തന്നെ മികച്ച മിഡ്ഫീൽഡേഴ്സിൽ ഒരാളായ ലോദർ മെത്താവൂസും അദ്ദേഹത്തിന്റെ കൂടെ ബയൺ മ്യൂണിക്കിൽ ഉണ്ടായിരുന്നു. ബയൺ മ്യൂണിക്ക് വേണ്ടി ഫ്ലിക്ക് 137 മത്സരങ്ങളിൽ നിന്നും 4 ബുണ്ടസ്ലീഗ കിരീടങ്ങളും ആ ടൈമിൽ നേടി. പിന്നീട് 1996 അദ്ദേഹം വിക്ടോറിയ ബെമന്റൽ എന്ന ക്ലബിൽ റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റിന് ശേഷം ആ ക്ലബിൽ തന്നെ ഹെഡ് കോച്ചായി അദ്ദേഹം സ്ഥാനമേറ്റു. കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. നെക്സ്റ്റ് സീസണിൽ അവര് റിലഗേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് 2000 മുതൽ 2005 വരെ അദ്ദേഹം TSG ഹോഫൻഹീം എന്ന ടീമിന്റെ ഡിവിഷൻ 4 ഹെഡ് കോച്ചായി സ്ഥാനമേറ്റു. അതിനുശേഷമുള്ള സീസണിൽ ലീഗ് ചാമ്പ്യന്മാരായി അവര് ഡിവിഷൻ 2 പ്രൊമോഷൻ ലഭിച്ചു. പിന്നീട് ഹാൻസി ഫ്ലിക്ക് നമ്മൾ കാണുന്നത് 2006 ജർമ്മൻ നാഷണൽ ടീമിന്റെ കോച്ചായ ജോഷോം ലൂവിന്റെ അസിസ്റ്റന്റായി സ്ഥാനമേൽക്കുന്നതാണ്. ഏകദേശം 8 വർഷത്തോളം ഹാൻസി ഫ്ലിക്ക് ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ആ ടൈമിലാണ് ജർമ്മനി വേൾഡ് കപ്പ് നേടുന്നത്. 2014 അർജന്റീനയെ എക്സ്ട്രാ ടൈമിൽ ഗോഡ്സയുടെ ഗോളിൽ തോൽപ്പിച്ച് വേൾഡ് കപ്പ് ജേതാക്കളാവുകയായിരുന്നു. അതിനുശേഷം 2016 മുതൽ 17 വരെ അദ്ദേഹം ജർമ്മൻ ഫുട്ബോളിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി സ്ഥാനമേറ്റു. പിന്നീട് നമ്മൾ ഹാൻസി ഫ്ലിക്കിനെ കാണുന്നത് 2019 നിക്കോ കൊവൈക്കിന്റെ ബയൺ മ്യൂണിക്കിൽ അസിസ്റ്റന്റ് കോച്ച് ആവുന്നതാണ്. 2018-19 സീസണിൽ നിക്കോ കൊവൈക്കിന്റെ ബയൺ മ്യൂണിക്ക് ലീഗ് ചാമ്പ്യന്മാരായിരുന്നു. അതിനുശേഷം 2019-20 സീസണിൽ ഏകദേശം 10 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ബയൺ ടീമായിരുന്നു. അവരെ ലീഗിൽ 4ാം സ്ഥാനത്തായിരുന്നു. അടുത്ത മത്സരത്തിൽ ഫ്രാങ്ക്ഫർട്ടിനോട് 5-1 തോൽക്കുന്നു. ബയൺ മ്യൂണിക്ക് കൊവൈക്കിനെ സാക്ക് ചെയ്യുന്നു. അസിസ്റ്റന്റ് മാനേജറായ ഹാൻസി ഫ്ലിക്കിനെ അവർ ഇന്ററിം മാനേജറായി നിയമിക്കുന്നു. എന്നാൽ ബയൺ മാനേജ്മെന്റിന്റെ ഉദ്ദേശം ഒരു ടോപ്പ് കോച്ചിനെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഷോർട്ട് ടേം ആയിട്ട് ഇന്ററിം മാനേജറായി ഹാൻസി ഫ്ലിക്കിനെ നിയമിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ററിം മാനേജറായിട്ട് സ്ഥാനമേറ്റ നെക്സ്റ്റ് മാച്ച് തന്നെ ഡോർട്ട്മണ്ടിനെ 4-0 അവർ തോൽപ്പിക്കുകയുണ്ടായി. പിന്നീട് 21 മത്സരത്തിൽ നിന്നും 18 മത്സരങ്ങൾ വിജയിക്കുകയും ഏകദേശം ഇന്ററിം മാനേജറായി 4 മാസങ്ങൾക്ക് ശേഷം ബയൺ മ്യൂണിക്ക് അദ്ദേഹത്തിന് പെർമനന്റ് കോൺട്രാക്ട് ഓഫർ ചെയ്തു 2023 വരെ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ കണ്ടത് ഹാൻസി ഫ്ലിക്ക് ബയൺ മ്യൂണിക്കിന് എല്ലാം നേടിക്കൊടുക്കുന്നതായിരുന്നു. DFB സൂപ്പർ കപ്പ്, UFS സൂപ്പർ കപ്പ്, ക്ലബ് വേൾഡ് കപ്പ്, UCL, ബുണ്ടസ്ലീഗ, DFB പോക്കാൽ. എങ്ങനെയാണ് ഒരു ആവറേജ് ടീമായിരുന്ന ബയൺ മ്യൂണിക്കിനെ ഹാൻസി ഫ്ലിക്ക് യൂറോപ്പിലെ ഡെഡ്ലിയസ്റ്റ് ടീമാക്കി മാറ്റിയത്? ആദ്യമായി എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ മാൻ മാനേജ്മെന്റ് സ്കിൽ തന്നെയായിരുന്നു. നിക്കോ കൊവാക്ക് ഒരു നെഗറ്റീവ് ടാക്ടിക്സ് യൂസ് ചെയ്യുന്ന മാനേജറാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹത്തിന് അധികം സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ബയൺ മാനേജ്മെന്റ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റ് കോച്ചിനെ നിയമിക്കുകയായിരുന്നു. ഹാൻസി ഫ്ലിക്ക് ആണെങ്കിൽ ജർമ്മൻ ടീമിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ട് ബോട്ടങ്, തോമസ് മുള്ളർ, ന്യൂയർ എന്നിവരൊക്കെ അറിയാം. അതുകൂടാതെ നാബറിയെ TSG ഹോഫൻഹീം എന്ന ക്ലബിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ അതിന് സാധിക്കുമെന്നുള്ളത് ബയൺ മ്യൂണിക്ക് മനസ്സിലാക്കി. നിക്കോ കൊവാക്കിന്റെ കീഴിൽ തോമസ് മുള്ളറും ബോട്ടങ്ങും ഒക്കെ ഒരു സൈഡ് ലൈനിലായിരുന്നു. ഒരിക്കലും അവരൊരു ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ആയിരുന്നില്ല. എന്നാൽ ഹാൻസി ഫ്ലിക്കിന്റെ ടീമിൽ ഇവർ രണ്ടുപേരും ഇറീപ്ലേസബിൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മാൻ മാനേജ്മെന്റ് സ്കില്ലിൽ എടുത്തു കാണിക്കുന്നത് ഓരോ പ്ലേയേഴ്സിനെയും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി അവരെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ആണ്. ഈ പ്ലേയേഴ്സിന്റെ ഒക്കെ ബെസ്റ്റ് വേർഷൻ ആയിരുന്നു നമ്മൾ ഹാൻസി ഫ്ലിക്കിന്റെ ബയൺ മ്യൂണിക്കിൽ കണ്ടത്. ലെവൻഡോസ്കി, മുള്ളർ, മാനുവൽ ന്യൂയർ, നാബറി, കൂമാൻ, ഡൈവിസ്, ജോഷോ കിമ്മിച്ച്, ഡേവിഡ് അലാബ, ബോട്ടങ് ലോൺ പ്ലെയറായ കൊട്ടിഞ്ഞ പോലും മികച്ച പ്രകടനമാണ് ഇദ്ദേഹത്തിന്റെ ടീമിൽ കാഴ്ചവെച്ചത്. ബയൺ മ്യൂണിക്കിന്റെ ബേസിക് ഷേപ്പ് 4-2-3-1 ആണെങ്കിലും ഇവർ അറ്റാക്കിംഗ് തേർഡിൽ വരുമ്പോഴത്തേക്ക് അത് 3-2-5 എന്ന രീതിയിൽ മാറാറുണ്ട്. വൈഡ് ആയിട്ടുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ യൂസ് ചെയ്തിട്ട് ബോൾ ക്രോസ് ചെയ്ത് 3 പേര് ബോക്സിനകത്ത് ഉണ്ടാവും. അതിൽ ലെവൻഡോസ്കി, മുള്ളർ ഇല്ലെങ്കിൽ നാബറി എന്നിവരായിരിക്കും. വൈഡ് അറ്റാക്കിംഗ് ആയിട്ട് ഒന്നുകിൽ നാബറി ഇല്ലെങ്കിൽ അൽഫോൺസോ ഡേവിസ്, പെരിസിക്, ഇവർ 3 പേര് ആരെങ്കിലും വൈഡ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ആ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്യുക. അതേസമയം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ കൂമാൻ, സാനെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അവരെ അറ്റാക്കിംഗ് തേർഡിൽ വെച്ച് ഗോൾ സ്കോർ ചെയ്യാനാണ് ഒരു രീതി. ഈ ഒരു എക്സാക്ട് രീതി യൂസ് ചെയ്തിട്ടാണ് ഒരു ബാഴ്സലോണക്കെതിരെ മുള്ളർ നേടിയ ആദ്യത്തെ ഗോള്. അതിൽ മിഡിൽ നിന്നും ബോൾ അറ്റാക്ക് ചെയ്ത് പാസ് ചെയ്ത നാബറി ബോള് പെരിസിക്കിന് മാറുന്നു. അദ്ദേഹം അറ്റാക്ക് ചെയ്ത് കയറിപ്പോയി അവിടുന്ന് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്ത ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി ബോക്സിൽ നാബറിയും മുള്ളറും ലെവൻഡോസ്കിയും ഉണ്ടായിരുന്നു. അതിൽ ആ ബോൾ റിസീവ് ചെയ്ത് മുള്ളറും ലെവൻഡോസ്കിയും ഒരു ക്വിക്ക് 1-2 നടത്തുന്നു. എന്നിട്ട് മുള്ളർ സ്കോർ ചെയ്യുന്നു. വളരെ ക്വിക്ക് ട്രാൻസിഷൻ ആയിട്ടുള്ള വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഗോളായിരുന്നത്. അതേപോലെ തന്നെ ഓപ്പോസിഷൻ ഫൈനൽ തേർഡിൽ ബോൾ ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നേരെ ഈ ഫോർമേഷൻ ചേഞ്ച് ചെയ്ത് 4-4-2 മാറും. അതൊരു ഡിഫൻസീവ് സ്റ്റേബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഇത്.
ബിൽഡപ്പിൽ ഹാൻസി ഫ്ലിക്ക് യൂസ് ചെയ്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫുൾ ബാക്ക് എപ്പോഴും വളരെ വൈഡ് ആയിട്ടാണ് ഉണ്ടാവുക, ടച്ച് ലൈന് വളരെ ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. അത് ഓപ്പോസിഷൻ ടീമിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസ് യൂസ് ചെയ്തിട്ട് ബിൽഡ് അപ്ലൈ ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യാൻ ഇവർ ചെയ്യുക. അതിനുവേണ്ടി ഇവർക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് എക്സലന്റ് പ്ലെയേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. തിയാഗോ ആൽക്കാൻഡ്ര, കിമ്മിച്ച്, പിന്നെ ബോൾ പ്ലേയിങ് സെന്റർ ബാക്ക് ആയിട്ട് അലാബയും ബോട്ടങ്ങും. അതുകൂടാതെ ഓപ്പോസിഷൻ ടീമിന്റെ ഫോർമേഷനും അവരുടെ സ്റ്റൈലും അനുസരിച്ച് ഇവര് വെർട്ടിക്കാലിറ്റിയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ ബോൾസും ലോങ് ബോൾസും ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പോസിഷൻ ടീമിൽ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഗിഗൻ പ്രസിംഗ് എന്നുള്ളൊരു ടെക്നിക്കാണ് അവർ യൂസ് ചെയ്തത്. മിക്ക ജർമ്മൻ കോച്ചുമാരെ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണത്. ഗിഗൻ പ്രസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിഷൻ ടീമിനെ അവരുടെ ഹാഫിൽ ബിൽഡപ്പ് ചെയ്യാൻ സമ്മതിക്കാതെ ഹൈ ഇന്റൻസിറ്റി പ്രസിംഗ് ചെയ്ത് ബോൾ വിൻ ബാക്ക് ചെയ്യാന്നുള്ള ഒരു രീതിയാണ്. ഈ രീതിയാണ് ഇവർ മിക്ക ടീമിനെ യൂസ് ചെയ്തത്. ബാഴ്സലോണയ്ക്കെതിരെയൊക്കെ UCL അവർ വളരെ എഫക്റ്റീവായിട്ട് ഈ ടെക്നിക്കാണ് യൂസ് ചെയ്തത്. ഇവർ യൂറോപ്പിൽ തന്നെ ഏറ്റവും ഹൈ പ്രസ് ചെയ്തിട്ട് ആ 2019-20 സീസണിൽ സക്സസ്ഫുൾ ആയ ടീമാണ്. 37% ആണ് ബോള് വിൻ ബാക്ക് ചെയ്തത്. അവര് ബാഴ്സലോണക്കെതിരെ നേടിയ 3 ഗോളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇവര് ഈ ഹൈ പ്രസിംഗ് ചെയ്ത് 10 സെക്കൻഡ്സിനുള്ളിലാണ് ഗോളുകൾ നേടിയത്. ഹാൻസി ഫ്ലിക്ക് കോച്ചായ സമയത്ത് ബയൺ മ്യൂണിക്കിൽ അവരുടെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് എല്ലാം വളരെ പീക്ക് പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെവൻഡോസ്കി 2019-20 സീസണിൽ 34 ഗോളുകൾ ബുണ്ടസ് ലീഗിലും 14 ഗോളുകൾ UCL ടോട്ടൽ 48 ഗോളുകളാണ് നേടിയത്. അതുകൂടാതെ തോമസ് മുള്ളർ 33 മാച്ചിൽ നിന്നും 12 ഗോളും 20 അസിസ്റ്റുകളും നേടി. നമ്മുടെ യൂറോപ്പിൽ തന്നെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് പ്ലെയർ ആയിരുന്നു ലെവൻഡോസ്കി, മുള്ളർ ആ സീസണിൽ. പിന്നെ അൽഫോൺസോ ഡേവിസ് വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഡേവിസിനെ മാറ്റിയെടുത്ത് ഹാൻസി ഫ്ലിക്ക് കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് നാബറി, ജോഷുവ കിമിച്ച് ഇവരെല്ലാം പീക്ക് പെർഫോമൻസ് ആയിരുന്നു ഹാൻസി ഫ്ലിക്ക് ഇറയിൽ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഹാൻസി ഫ്ലിക്ക് എന്ന കോച്ച് ജസ്റ്റ് ടാക്ടിക്സ് മാത്രമല്ല മാൻ മാനേജ്മെന്റ് അതുപോലെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് ക്ലാസ് കോച്ച് തന്നെയാണ്. പിന്നെ ഹാൻസി ഫ്ലിക്ക് എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വളരെ ഹൈലി ടാക്ടിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതേസമയം തന്നെ ടീമിനെ ടോപ്പ് ലെവൽ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് കോച്ച് തന്നെയാണ് ഹാൻസി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.